കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആദ്യം വൃക്കയിൽ വരുന്ന ചില ക്രിസ്റ്റൽസ് വന്ന് അടിഞ്ഞു കൂടും. അപ്പോൾ ഈ എല്ലാം അവിടെ കല്ലായിട്ടല്ല ഫോം ചെയ്യുന്നത്. അവിടെ ക്രിസ്റ്റൽസ് വന്ന് ചെറിയ ക്രിസ്റ്റൽസ് ഇതെല്ലാം മൂത്രം വഴിയാണ് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാൽഷ്യം ക്രിസ്റ്റൽ, ഓക്സലേറ്റ് ക്രിസ്റ്റൽ, യൂറിക് ആസിഡ് ഇതെല്ലാം എക്സ്ക്രീറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ ക്രിസ്റ്റൽ എവിടെയെങ്കിലും അടിഞ്ഞു കൂടിയാണ് അത് പതുക്കെ 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 കല്ലായിട്ട് രൂപപ്പെടുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് അത് സ്റ്റോൺ ആവുമൊന്നുമില്ല. പിന്നെ ഈ ചെറിയ സ്റ്റോൺസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് കിഡ്നിയും മൂത്രസഞ്ചിയും ജോയിൻ ചെയ്യുന്ന യൂറിറ്റർ എന്ന് പറയുന്ന ട്യൂബുണ്ട്, അതിനകത്തേക്ക് വന്ന് അടയുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ചില ആൾക്കാർക്ക് വൃക്കയിൽ 5-6 സെൻറ്റിമീറ്ററിൻ്റെ കല്ലിരുന്നാൽ പോലും ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. പ്രശ്നം ആ കല്ല് അവിടെ ഇരുന്ന് അത് ആ കിഡ്നിക്ക് പതുക്കെ പതുക്കെ അതിൻ്റെ ഫങ്ഷൻ കുറച്ച് പോകും. നമുക്ക് 2 വൃക്കകളുണ്ട്. ഒരു വൃക്കയുടെ ഫങ്ഷൻ പോയാലും ക്രിയാറ്റിൻ എല്ലാം നോർമലായിരിക്കും, നമ്മൾ അറിയില്ല. അപ്പോൾ മറ്റേ വൃക്കയിൽ കല്ലുണ്ട്, ഡോക്ടറെ എല്ലാം നോർമലാണ്, ബ്ലഡ് ടെസ്റ്റ് മാത്രമായിരിക്കും എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇത് നോർമലാണെന്ന് പറഞ്ഞാലും മറ്റേ വൃക്കയുടെ പ്രവർത്തനമാണ് അവിടെ പോകുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കാനായിട്ട്. പല കാരണങ്ങളുണ്ട് വെള്ളം കുടിക്കാണ്ടിരിക്കാത്ത ഇതുണ്ട്. ഏറ്റവും കൂടുതൽ വേണ്ടത് വാട്ടർ ഇൻടേക്കാണ്. എന്നാലേ ഈ യൂറിൻ്റെ വഴി ഈ സാധനങ്ങളെല്ലാം പോകുള്ളൂ. അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ വരാതിരിക്കാൻ ഏറ്റവും വേണ്ട കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഇൻടേക്ക് കൂടി അതുവഴി യൂറിൻ ഫോം ചെയ്ത് വേണം ഈ സ്റ്റോൺസ് ആയാലും ക്രിസ്റ്റൽസ് ആയാലും അത് തള്ളി പുറത്ത് കളയാനായിട്ട്. പിന്നെ ഈ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ശരിക്കും ഈ സൈഡ് വഴി നമ്മുടെ ഈ വേദന, അസഹനീയമായ പെയിൻ, ട്യൂബിൽ വന്ന് ബ്ലോക്ക് ആയാലുള്ള പെയിൻ, പിന്നെ യൂറിൻ പോകാൻ നീറ്റൽ, പുകച്ചിൽ, യൂറിനിൽ ബ്ലഡ്, ഇതൊക്കെയാണ് യൂഷ്വലി വരുന്ന സ്റ്റോണിൻ്റെ ലക്ഷണങ്ങൾ.